ചില രുചികൾ അങ്ങനെയാണല്ലേ, എത്ര കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. പറയില്ലേ ഓൾ ഫാക്ടറി മെമ്മറി. അപ്പോൾ ഇന്ന് നമുക്കൊരു പാരഗൺ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് സവാളയും തക്കാളിയും മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കുറച്ച് തൈരും പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ അതിനെ ഞെരടി വെക്കുക. അതിനകത്തേക്ക് മസാലകളായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തൈരും ചേർത്ത് ചിക്കനും ചേർത്ത് ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഓൾറെഡി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാൻ അടുപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് ഓൾ സ്പൈസസും ഇട്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് സവാളയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ കുറച്ച് കറിവേപ്പില ഇട്ടോ കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിനകത്ത് പറയുന്നത്. എന്നിട്ട് ഇത് ഞാൻ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ അപ്പുറത്ത് വേവുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ലപോലെ വേവിക്കേണ്ട, ഒരു 85% വെന്താൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്കൊന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സും അതുപോലെ തന്നെ സവാളയൊക്കെ ഞാനൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി അതിലേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മല്ലിയില പുതിനയില നട്ട്സ് നമ്മൾ ഓൾറെഡി സവാള ഫ്രൈ ചെയ്തത് കുറച്ചും കൂടെ നെയ്യും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറിയിട്ട് കുറച്ച് നേരം ദം ചെയ്തെടുക്കുക. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ.